നമസ്കാരം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പണി പോകുന്ന അവസ്ഥയാണെന്ന് കേരളത്തിൽ. പോകും എന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല. ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സ്പീക്കർ എം ഷംസീറിൻ്റെ അവസ്ഥ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ സംസ്ഥാന സർക്കാർ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ സ്മരണകളും സംഭാവനകളും പാടെ അവഗണിച്ച് മുന്നോട്ട് പോകവേ ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഷംസീർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതാണ് CPM-നെ വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്പീക്കറായതുകൊണ്ട് പരസ്യമായി ശാസിക്കാൻ നിർവാഹമില്ല. പാർട്ടി നേതൃത്വത്തിന് രഹസ്യമായി അതൃപ്തി അറിയിക്കാം. ഇക്കാര്യം ഒരു ഫോൺ സന്ദേശമായി പോലും അറിയിക്കുവാൻ തൽപര കക്ഷികൾക്ക് ഭയമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഓഡിയോ ഒന്ന് പുറത്തു വന്നാൽ അതും സർക്കാരിന് കുരുക്കാകും. അതുകൊണ്ട് ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് ഇവർ. അതേസമയം സ്പീക്കറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് MLA ആയി ചുരുക്കുവാനുള്ള സാധ്യതകൾ മുഖ്യന്ത അണിയറയിൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിന്നും എതിരഭിപ്രായമുണ്ടാകുവാൻ തരമില്ല എന്ന് അദ്ദേഹം തന്നെ കരുതുന്നുമുണ്ട്. തൻ്റെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറാണ് ഈ ഷംസീർ. അതുകൊണ്ട് തന്നെ റിയാസിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ഭീഷണിയായിട്ടുള്ള ഷംസീറിനെ എന്ത് വില കൊടുത്തും ഒതുക്കിയേ തീരൂ എന്ന വാശിയിലാണത്രേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സാഹചര്യത്തിൽ CPM-ൽ ചില പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്നാൽ ധൃതി പിടിച്ച് ഒരു നീക്കവും സർക്കാർ നടത്തിയേക്കില്ല. ഇപ്പോഴത്തെ വിവാദങ്ങൾ ഒഴിയുന്ന മുറയ്ക്ക് ചില അറ്റകൈ പ്രയോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൽക്കാലം സർക്കാരിൻ്റെയും CPM-ൻ്റെയും ശ്രദ്ധ ആസന്നമായിട്ടുള്ള പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ഒന്ന് ദീർഘനിശ്വാസം വിടുന്നതിന് തൊട്ടു മുൻപ് നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായി ചിലപ്പോൾ സ്പീക്കർ എം ഷംസീർ ഈ പദവിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കും. അതിനുള്ള എല്ലാ കരുക്കളും പിണറായി വിജയൻ നോക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഷംസീറിനെ ഒരു MLA ആയി മാറ്റി ആ MLA കസേരയിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് പിണറായി വിജയൻ. കാരണം ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഷംസീർ ചെയ്ത തെറ്റെന്താണ്? ഇത്രയേ ഉള്ളൂ. പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല 4 വാക്ക് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പരിശ്രമവും അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവവും ഒക്കെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ട സമയമാണ് ഇത് എന്നും അത് ഓർമ്മിക്കാതെ പോകുന്നത് തെറ്റാണുവെന്നും അദ്ദേഹത്തെക്കുറിച്ച് 4 വാക്ക് നല്ല കാര്യം പറഞ്ഞപ്പോൾ അത് ഒരിക്കലും പിണറായി വിജയൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഈ മരുമകൻ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായിട്ടുള്ള എം ഷംസീറിനെ മന്ത്രിയാക്കേണ്ടതായിരുന്നു. പക്ഷേ അതന്ന് മന്ത്രിയാക്കാതെ അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്തിയപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ മുറുമുറുപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആ അവസാനം സ്പീക്കർ കസേരയിലേക്ക് കൊണ്ടിരുത്തിയത്. ഇപ്പോൾ സ്പീക്കർ പദവിയിലിരിക്കുന്ന ഷംസീർ ചെയ്യുന്ന കാര്യങ്ങൾ തുല്യപരിഗണന പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ചില കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയാൻ എം ഷംസീർ ശ്രമിക്കുന്നുള്ളതാണ്. നല്ല കാര്യമല്ലേ? അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പുകഴ്ത്തേണ്ടത് തന്നെയാണ്. കാരണം ഈ സ്പീക്കർ ചെയ്യുന്ന ഈ ഇടപാട്, അതായത് തുല്യനീതി ഉറപ്പാക്കുന്ന ഇടപാട് നല്ലത് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എം ഷംസീറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എം ഷംസീറിനെ പാർട്ടി നിലയ്ക്ക് നിർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും പിണറായി നടത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷംസീറിൻ്റെ തലയ്ക്ക് വിലയിട്ട് കഴിഞ്ഞു പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ പദവി തെറിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഞാനിതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇതേ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. എം ഷംസീറിനെ ഒതുക്കുവാനുള്ള രഹസ്യമായിട്ടുള്ള അജണ്ട അണിയറയിൽ ഒരുക്കുന്നുണ്ട് പിണറായി വിജയനും M ഗോവിന്ദനും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി സെക്രട്ടറിയും സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയും ഒന്നിച്ചു ചേർന്നതുകൊണ്ട് എങ്ങനെയാണ് എം ഷംസീറിനെ പുറത്താക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായിട്ടുള്ള ആലോചനയിലാണ്. താമസിയാതെ ഷംസീർ സ്പീക്കർ പദവിയിൽ നിന്ന് പുറത്താവുകയും വെറും ഒരു MLA ആയി തീരുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്.